ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൂപ്പാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വെജ് വീഗൻ സൂപ്പാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ, ക്യാപ്സിക്കം, ടൊമാറ്റോ, ക്യാരറ്റ്, ബീൻസ്, കുമ്പളങ്ങ, എങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഇതെല്ലാം ഞാൻ എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ധാരാളം വെജിറ്റബിൾസൊക്കെ ചേരുന്നത് കാരണം നമുക്കതിൻ്റെ എല്ലാ വൈറ്റമിൻസ് എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ഈ സൂപ്പിലൂടെ കിട്ടും. അപ്പോൾ ഈ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു ബൗള് രാത്രിയിൽ കഴിച്ചാൽ മതി. വിശപ്പ് ഒന്നും തോന്നുകയില്ല. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായി വാഷ് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ വെജിറ്റബിൾസും ചെറിയൊരളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാല, ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 കപ്പ് വെള്ളവും ചേർത്ത് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുമായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ കഴുകിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്ത് വെന്തതിന് ശേഷം അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇത് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റി ആക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഒലിവ് ഓയിലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് കുറച്ചൊക്കെ ചേർത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഒലിവ് ഓയിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ പച്ച ചൊവ്വയൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രീൻ ചില്ലി 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും, പുതിനയില കട്ട് ചെയ്തതും, സെലറി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. സെലറി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഒരു ഫ്ലേവറും കിട്ടും. അതോടൊപ്പം തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ സെലറി കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. സെലറിക്ക് നല്ലൊരു ഫ്ലേവറുണ്ട്. അത് നമ്മുടെ സൂപ്പിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആ സ്റ്റോക്കോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓട്സ് എല്ലാം ഒന്ന് വെന്ത് വരണം. ഇനി ഒരു 2
ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓട്സൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഓട്സൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാഷ്യൂ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ഒരു 20 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. നന്നായിട്ട് അരച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ ഒക്കെ ഒന്ന് വെന്ത് നമ്മുടെ സൂപ്പിനൊരു ചെറിയൊരു തിക്നെസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കഴിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നമുക്ക് സൂപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല ആവി വറക്കുന്ന ചൂട് സൂപ്പ്, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജ് സൂപ്പാണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടാവും. ഓട്സ് എന്നും ഒരേ രീതിയിൽ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ ഒരു മടുപ്പുണ്ടാവുകയില്ല. കഴിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റിയാണ്, അതോടൊപ്പം ധാരാളം ഗുണങ്ങളുമൊക്കെ നമുക്ക് കിട്ടും വെജിറ്റബിൾസിൻ്റെ എല്ലാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.